ഹായ് ഹലോ. ഇന്ന് ഈ വൈകുന്നേരത്തേക്ക് എന്താ ചായക്ക് ഉണ്ടാക്കുകയെന്ന് ഇങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴാണ് ഓർത്തത് ബീഫ് നമ്മൾ വേവിച്ചിട്ട് കുറച്ചെടുത്ത് മാറ്റി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ കപ്പ ഉണ്ടായിരുന്നു. അപ്പോൾ ഓർത്തെന്നാൽ പിന്നെ ആ ബീഫും കപ്പയും കൂടി ഞങ്ങൾ മിക്സ് ചെയ്താലോ, ഒരു കപ്പ ബിരിയാണി. അപ്പോൾ ഇതാ കപ്പ ഞാൻ വേവിക്കാനായിട്ട് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കും 2 സവാള എടുത്തു, 2 പച്ചമുളകും എടുത്ത് സവാള വേഗം കടകടകടാന്ന് അരിഞ്ഞെടുത്തു കേട്ടോ. അപ്പോൾ പിന്നെ വെളുത്തുള്ളി ഇഞ്ചി ഞാൻ ഓൾറെഡി ചതച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ പണി ഒഴിവായി കിട്ടി. പിന്നെ കുറച്ച് കുരുമുളകും പച്ചമുളകും കൂടി അങ്ങോട്ട് ചതച്ചെടുത്ത് എന്നിട്ട് ഇതാ ഒരു പാൻ അടപ്പത്തോട്ട് വെച്ചിട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിൽ നമ്മുടെ ഓയിൽ ചൂടായി വന്നപ്പോഴത്തേക്കും നമ്മുടെ സവാള അങ്ങിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അതൊന്ന് വഴറ്റിയെടുക്കണം. അതിനെന്താ വേണ്ടേ, ഉപ്പിട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ എന്താ ലേശം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ബീഫ് വേവിച്ചപ്പോഴും ഉപ്പിട്ടിട്ടുണ്ട്, കപ്പ വേവിച്ചപ്പോഴും ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ എന്താ സവാളയ്ക്ക് മാത്രം മതി ഉപ്പ്. അപ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ചെറുതായിട്ട് വഴഞ്ഞു വന്നപ്പോൾ ഞാൻ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചത് കൂടി ഇട്ട് കൊടുത്തു. അതിനുശേഷം നമ്മുടെ കുരുമുളകും പച്ചമുളകും കൂടി ചതച്ചത് കൂടി ഇട്ട് കൊടുത്തു. അപ്പോൾ അതൊന്ന് വഴന്ന് വരാനായിട്ട് മൂടിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോഴത്തേക്ക് ഞാനൊരു ചായ ഇട്ടു, അതും റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ മസാലകളെല്ലാം ഇട്ട് കൊടുത്തു. മസാലകളെന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ നമ്മുടെ ഗരം മസാല, പിന്നെ മുളക് പൊടി, അങ്ങനെ എല്ലാ കയ്യിൽ കിട്ടിയ പൊടികളെല്ലാം അങ്ങ് വാരി വിതറിയിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ആ ബീഫ് ഞാൻ അതിൻ്റെ അകത്തേക്ക് തട്ടി. ബീഫൊക്കെ സെറ്റായിട്ടിരിക്കുകയായിരുന്നു കേട്ടോ, ഫ്രിഡ്ജിലിരുന്ന കാരണം. ഞാൻ ഓൾറെഡി ഇത് പ്ലാനിൽ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ പുറത്തേക്ക് എടുത്ത് വെച്ചതുമില്ല. അപ്പോഴത്തേക്കുമാണ് എടുത്ത് പുറത്തോട്ട് വെച്ച്. അതുകൊണ്ട് കുറച്ച് നേരത്തേക്ക് ഞാൻ മൂടി വെച്ചൊന്ന് ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അങ്ങ് ചൂടായി വന്നപ്പോൾ നമ്മുടെ കപ്പ എടുത്ത് ഞാൻ അതിൻ്റെ കൂടെ അങ്ങ് ഇട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ഇറ്റ് വെൽ. ഓക്കെ, ഇതാ ലാസ്റ്റ് നമുക്ക് ഈ പരുവത്തിനാണ് കിട്ടിയിരിക്കുന്നത്. കൊതി കൊണ്ടൊന്ന് ടേസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങോട്ട് വായിലോട്ട് വെച്ചതാട്ടോ. ഓ അടിപൊളി, സൂപ്പറായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ചായയൊക്കെ തിളപ്പിച്ചതൊക്കെ കപ്പിലോട്ട് പകർത്തിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മുട്ട ബോയിൽ ചെയ്തിട്ട് അതും കൂടി ഞാൻ ഒന്ന് ചിക്കി എടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പം ഞങ്ങളങ്ങനെ ചായ കുടിക്കാനൊക്കെ ഇരുന്നു. അടിപൊളിയായിരുന്നു. ഓക്കെ, അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം. ഓക്കെ, ബൈ ബൈ, സീ യു.